നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നമ്മളോടൊപ്പമുണ്ട്. ആ ഒരു ഉറപ്പ് നമുക്ക് വേണം. അതുകൊണ്ട് അഅ്സനല്ലാഹു ബിൽ ഇസ്ലാം. നമ്മുടെ എല്ലാവരുടെയും അജണ്ട മാറണം. ഒരാൾ ജയിച്ചു എന്ന് പറയുന്നത് എപ്പോഴാ? സ്വർഗത്തിൽ പോകാൻ പറ്റുമ്പോ. അപ്പുറത്തെ വീട്ടിലെ മോൻ കോടിപതിയായിക്കണ്, ജയിച്ചു എന്ന് പറയാനായിട്ടില്ല. അതാ ഇന്നാളുടെ മകൻ ഇപ്പൊ മൾട്ടിനാഷണൽ കമ്പനി തുടങ്ങി, ജയിച്ചു എന്ന് പറയാനായിട്ടില്ല. അയാൾക്ക് IAS കിട്ടി, ജയിച്ചു എന്ന് പറയാനായിട്ടില്ല. അയാൾക്ക് റാങ്ക് കിട്ടി, ജയിച്ചു എന്ന് പറയാനായിട്ടില്ല. ജയിച്ചു എന്ന് എപ്പോഴാ പറയാൻ പറ്റുക? ഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിലേക്ക് കടക്കാൻ യോഗ്യനാകുമ്പോഴേ ജയിച്ചു എന്ന് പറയാൻ പറ്റൂ. അല്ലാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ അഭിമാനം വമിമ്മാ സാദനീ ശറഫൻ വതീഹാ വകിത്തു ബിഅഖ്മുസിയത ഉസ്സുറയ്യ. എനിക്ക് ഏറ്റവും വലിയ അഭിമാനം സുറയ്യ നക്ഷത്രത്തെ തൊടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ദുഖൂലി തഹ്ത ഖൗലിക യാ ഇബാദി. അല്ലാഹു തആല എന്റെ അടിമകളെ എന്ന് വിളിക്കുമ്പോ ആ വിളിയിൽ ഞാനും ഉണ്ടല്ലോ എന്ന് വരുമ്പോഴാണ് എനിക്ക് വിജയമുള്ളത്. وأن صيرت أحمد لي نبيا. അവിടുന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എനിക്ക് നബിയാക്കി തന്നല്ലോ. ഇത് രണ്ടും കൊണ്ടുമാണ് ഞാൻ ജയിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ജയിക്കണത് എപ്പോഴാണ്? മുഅ്മിനാകുമ്പോൾ. നമ്മളുടെ വിജയത്തിന്റെ അടിസ്ഥാനം എന്താണ്? മുസ്ലിമായിരിക്കുമ്പോൾ. എന്റെ പ്രതാപം എന്താണ്? ഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. ഐ ആം എ മുസ്ലിം എന്ന് പറയുമ്പോഴാണ് അഭിമാനം വേണ്ടത്. ഞാൻ തൽക്കാലം താടി വേണ്ട, തൊപ്പി വേണ്ട, ഞാൻ മുസ്ലിമാന്നാരും അറിയണ്ട. അറിഞ്ഞാൽ ചിലപ്പോൾ ജോലി കിട്ടൂല, അറിഞ്ഞാൽ ചിലപ്പോൾ ജീവൻ ഉണ്ടാവൂല, അറിഞ്ഞാൽ ചിലപ്പോൾ കച്ചവടം ഉണ്ടാവൂല, അറിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവൂല. അങ്ങനെ ഒളിച്ചോടുമ്പോഴല്ല അഅ്സനല്ലാഹു ബിൽ ഇസ്ലാം. എന്റെ മകൻ ഒരു ഇസ്ലാമിന്റെ ആലിമാകുമ്പോ, എന്റെ മകൻ മകൾ ഒരു ആലിമത്താകുമ്പോ, ഞാൻ അല്ലാഹുവിനെ അറിയുന്ന ഒരു ദാസനാകുമ്പോ, അപ്പോഴാണ് ഞാൻ ജയിക്കുന്നത്. അല്ലാഹു നമ്മളെ വിജയിപ്പിച്ചു തരട്ടെ. അഅ്സനല്ലാഹു ബിൽ ഇസ്ലാം വഅക്രമനാ ബിൽ ഈമാൻ വഅക്രമനാ ബിഹബീബിനാ വനബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സയ്യിദി വലദി അദ്നാൻ.